ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ തുടക്കമാണ്. അതിൽ ന്യൂട്ടന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെക്കാനിക്സ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ലോ ആൻഡ് ദി സെക്കൻഡ് ലോ. ഇനി അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് ലോയുടെ ചില കോൺസിക്വൻസസ്, ഫസ്റ്റ് ലോയുടെ കോൺസിക്വൻസ് ആയിട്ട് ഇനേർഷ്യയുടെ എഫക്റ്റുകൾ ഇൻ ഡെയിലി ലൈഫ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ചിലതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടൊരു മൂവിങ് ബസ്സിൽ നിന്ന് പെട്ടെന്നൊരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുകൾ പിന്നോട്ട് വീഴുന്നു, പെട്ടെന്നൊരു ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആളുകൾ മുന്നോട്ട് വീഴുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഒരു റൊട്ടേറ്റിംഗ് വീലിൽ മഡ് പാർട്ടിക്കിൾസ് ടാൻജൻഷ്യലായിട്ട് മൂവ് ചെയ്യുന്നു, ടാൻജൻഷ്യലായിട്ട് പുറത്തേക്ക് തെറിക്കുന്നു, അതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷനിലാണ് പുറത്തേക്ക് പോവുക. അതൊക്കെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷന്റെ എഫക്റ്റുകളാണ്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം സെക്കൻഡ് ലോയെ കുറിച്ച് പറഞ്ഞു, ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഫോഴ്സിന് ഒരു യൂണിറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു, ന്യൂട്ടൺ എന്ന് പേരിട്ട് കൊടുത്ത ഒരു യൂണിറ്റ്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ഒരു കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ടാൽ ദാറ്റ് പാർട്ടിക്കിൾ വിൽ ഹാവ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത്രയും ഫോഴ്സിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് വിളിച്ചത്. അങ്ങനെ നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് 1 ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്രപ്പോർഷണൽ ടു എം എ എന്നുള്ള ഇക്വേഷനിലെ എഫ് ഇസ് ഈക്വൽ ടു കെ എം എ എന്നുള്ള ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ ഇസ് ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ലെവലിലേക്ക് എത്തി. സ്റ്റാർട്ടഡ് ഫ്രം എഫ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രപ്പോർഷണലാണ് എന്നുള്ള ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമ്മൾ തുടങ്ങി. ആ ഡെറിവേഷൻ നമ്മൾ അവസാനിച്ചത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലാണ്. or m is the mass of the particle and a is the acceleration, and that is a basic equation in physics. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നതിന് മുൻപ് എഫ് ഇസ് ഈക്വൽ ടു കെ എം എ അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ 1 ആണെന്ന് അറിയാലോ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അതിന്റെ മൊമെന്റത്തിന് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആണ് എന്നുള്ള ആ ഇക്വേഷൻ, ദാറ്റ് ഈസ് ആൾവേസ് വാലിഡ്. ഇത് എപ്പോഴും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. പക്ഷെ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ യു ഷുഡ് ബി ഷുവർ ദാറ്റ് the mass of the particle or mass of the system you are considering is a constant. ഒരു കോൺസ്റ്റന്റ് മാസ് ഉള്ള സിസ്റ്റം ആണ് എങ്കിൽ മാത്രമേ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് മാസ് മാറുന്ന സിസ്റ്റംസ് അതിന് മാത്രമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ന്യൂട്ടന്റെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ തന്നെയാണ് നമ്മുടെ ഒരു റോക്കറ്റ് നമ്മൾ സ്പേസിലേക്കോ മറ്റോ അയക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെയുള്ള ഒരു മാറ്റമാണ് ഈ കോൺസ്റ്റന്റ് മാസ് സിസ്റ്റം അല്ല എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം, റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫ്യൂവൽ ഇങ്ങനെ ബേൺ ചെയ്ത് പുറത്തേക്ക് കളയും, ഗ്യാസ് ഇജക്ട് ചെയ്യും. അപ്പോൾ ഫ്യൂവലിന്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം റോക്കറ്റിന്റെ മാസ് ആസ് ഇറ്റ് മൂവ്സ് അപ്പ് ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് അല്ല. കാരണം എന്താണ്? അത് മുകളിലേക്ക് പോകും തോറും അതിന്റെ ഫ്യൂവൽ ബേൺ ചെയ്യും. ഫ്യൂവലിന്റെ വെയിറ്റ് ആ ഫ്യൂവൽ ബേൺ ചെയ്ത് എന്ത് ചെയ്യും? അത് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ റോക്കറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മാസിന്റെ ഒരു ഭാഗമാണ് ഈ ഫ്യൂവൽ. ആ ഫ്യൂവൽ ഇങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ റോക്കറ്റിന്റെ ടോട്ടൽ മാസ് ആസ് ഇറ്റ് മൂവ്സ് അപ്പ് ഇറ്റ് ഡിക്രീസസ്, അത് കുറയുന്നുണ്ട്. അപ്പോൾ ഒരു മൂവിംഗ് റോക്കറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ എ കോൺസ്റ്റന്റ് മാസ് സിസ്റ്റം, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എ വേരിയബിൾ മാസ് ഒബ്ജക്ട്. ഒരു വേരിയബിൾ മാസ് സിസ്റ്റമാണ്. ആ പാർട്ടിക്കിൾ റോക്കറ്റിന് ഒരു പാർട്ടിക്കിളായിട്ട് സങ്കല്പിച്ചാൽ ആ പാർട്ടിക്കിളിന്റെ മാസ് ആസ് ഇറ്റ് മൂവ്സ് ഡിക്രീസസ്. അവിടെ നമ്മൾക്ക് ഏത് ഇക്വേഷൻ പറ്റൂല? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ഈസ് വാലിഡ് ദർ. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ അത്തരം കേസുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? ആ എഫ് ഇസ് ഈക്വൽ ടു ഡി പി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഡി പി ബൈ ഡി ടി എന്നുള്ളതാണ് ദ ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ സെക്കൻഡ് ലോ. അതിൽ നിന്ന് നമ്മൾ മാസ് കോൺസ്റ്റന്റ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ദ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അവിടെയാണ് നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തു.
ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. എഫ് ഇസ് ഈക്വൽ ടു എം എ വരെയുള്ള ഡെറിവേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ദ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദി ഫസ്റ്റ് ലോ. അടുത്ത മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമാണ്. സെക്കൻഡ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദി ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ ഫസ്റ്റ് ലോയുമായിട്ട് ഒത്തുപോകുന്നതാണ്. കാരണം സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞാൽ എഫ് 0 ആയി കഴിഞ്ഞാൽ എം 0 ആവില്ല ഒരു വസ്തുവിന്റെ. പിന്നെ എന്ത് ആവണം? 0 ആവണം, എ 0 ആവണം. അപ്പൊ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0 ദെൻ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു 0 എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. സെക്കൻഡ് ലോയിൽ നമുക്കത് കിട്ടും. അപ്പൊ എഫ് 0 ആണെങ്കിൽ എയും 0 ആണ്. എ 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സിലറേഷൻ 0 ആണെന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല എന്നാണ്. ബിക്കോസ് ബൈ ഡെഫിനിഷൻ ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഡി വി ബൈ ഡി ടി ആണ്. വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും വരുന്നില്ലെങ്കിലാണ് ആക്സിലറേഷൻ 0 ആവുകയുള്ളൂ. സോ ആക്സിലറേഷൻ എഫ് 0 ഇംപ്ലൈസ് ഫ്രം സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു 0 മീൻസ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആക്സിലറേഷൻ 0 എന്നാണ്. ആൻഡ് ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ വസ്തു അതിന്റെ വെലോസിറ്റി യാതൊരു മാറ്റവും വരുത്താതെ, അങ്ങനെ ചലനാവസ്ഥയിലാണെങ്കിൽ വെലോസിറ്റി ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അല്ല വെലോസിറ്റി 0 ആണെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഇത് തന്നെയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സോ ഫസ്റ്റ് ലോ ഈസ് so the Newton's second law is consistent with the first law. അത് പ്രൂവ് ചെയ്യാൻ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അത് ഈസിയാണ്, ആ ഇക്വേഷൻ അതുപോലെ കിട്ടുന്നതാണ്. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്, ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ഈ സെക്കൻഡ് ലോയിൽ തന്നെ ഈ ഫസ്റ്റ് ലോ ഉണ്ടല്ലോ. സെക്കൻഡ് ലോയിൽ തന്നെ ഫസ്റ്റ് ലോ ഉണ്ടല്ലോ. കാരണം സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇത് രണ്ടെടുത്താലും അതിൽ നിന്ന് നമുക്ക് കാണിക്കാൻ പറ്റും എഫ് 0 ആണെങ്കിൽ ആ പാർട്ടിക്കിളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന്. ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എടുത്താൽ എഫ് 0 എന്ന് എടുത്താൽ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. ഡി പി ബൈ ഡി ടി 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ്. ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് 0 എന്ന് കിട്ടിയതിന്റെ അർത്ഥം ആ എന്തിനാണോ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആ സാധനം ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ്. അപ്പൊ പി ഒരു കോൺസ്റ്റന്റ് ആണ്. പി സമയത്തിനനുസരിച്ച് മാറാത്ത ആളാണ്. പി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പിക്ക് ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ എം ഇൻറ്റു വെലോസിറ്റി വി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഏതായാലും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പിന്നെ ആരും കൂടി കോൺസ്റ്റന്റ് ആയി പറ്റൂ? വി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡ് ലോ പറയുന്നത് തന്നെയാ എന്താണ്? ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0 ദെൻ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഇസ് എ കോൺസ്റ്റന്റ്. ഇത് തന്നെയല്ലേ ഫസ്റ്റ് ലോയിലും പറഞ്ഞത്? പിന്നെ എന്തിനാണ് ന്യൂട്ടൺ 2, 3 നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ന്യൂട്ടൺ വാസ് എ ജീനിയസ് മാൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഫസ്റ്റ് ലോ വീണ്ടും സ്റ്റേറ്റ് ചെയ്ത് പിന്നെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്ത് പിന്നെ തേർഡ് ലോ സ്റ്റേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നത്? സെക്കൻഡ് ലോയും തേർഡ് ലോയും ഒക്കെ നമുക്ക് അറിയാം, അത് പ്രശ്നമൊന്നും. തേർഡ് ലോ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നാലും ഈ സെക്കൻഡ് ലോ മാത്രം പോരായിരുന്നു. എന്തിന് ന്യൂട്ടൺ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു യു. ഓക്കെ, now let us go to next section, that is the third law of Newton. So let me present my screen. ഇതാണ് ഇന്നലെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, സം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞത്. ഇതിൽ ഈ 3 പ്രധാനമാണ്. നാലാമത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ നോട്ടിലേക്ക് അല്ലെങ്കിൽ വേണമെന്നില്ല. ദെൻ ദ തേർഡ് ലോ ഓഫ് ഐസക് ന്യൂട്ടൺ. ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണ് അടുത്ത പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. നമ്മൾ തേർഡ് ലോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊന്ന് പഠിക്കണം. So the third law, Newton's third law states that for every action there is an equal and opposite reaction. ഇതറിയാത്തവരുണ്ടാവില്ല. So that is third law. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? To every action there is an equal and opposite reaction. അതാണ് താഴെ പറയുന്ന കാര്യങ്ങൾ. Action and reaction are pair of forces. Action and reaction pair of forces do not act on the same body but on two different bodies. That is very, very important. അപ്പൊ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം എന്താണെന്ന് ചോദിച്ചാൽ നോട്ടിലേക്ക് എഴുതണം. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് എഴുതിയിട്ട് എഴുതണം. ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for every action there is equal and opposite reaction. Okay,
അവിടെ അങ്ങനെ പറയുമ്പോൾ ഒരു ആക്ഷൻ എന്ന് പറയുന്ന ഒരു ബലം ഒരു വസ്തു കൊടുത്താൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബലം വസ്തുവിന് അനുഭവപ്പെടും എന്ന് പറയുമ്പോൾ ആണല്ലോ ഈ തേർഡ് ലോ പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ ആക്ഷനും റിയാക്ഷനും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്, അപ്പൊ അവ ക്യാൻസൽ ചെയ്ത് പോകൂലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിനുള്ള ഉത്തരമാണ് ആ പറഞ്ഞത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സസ് അത് ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്, പക്ഷെ അവ ആക്ട് ചെയ്യുന്നത് ഒരേ ബോഡിയിലല്ല, ഡിഫറെന്റ് ബോഡിയിലാണ്. ഞാൻ ഒരാളെ പിടിച്ച് തള്ളുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ മുന്നോട്ട് പുഷ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒബ്ജക്റ്റിൽ ഒരു ആക്ഷൻ കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഒബ്ജക്റ്റ് എന്റെ ശരീരത്തിൽ തിരിച്ചു തരുന്നതാണ് റിയാക്ഷൻ. സോ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്റെ ബോഡിയിലാണ്, ആക്ഷൻ എന്ന് പറയുന്നത് അനുഭവപ്പെടുന്ന ആർക്കാണ്? ആ ഒബ്ജക്റ്റിനുമാണ്. ഇതിൽ ഏതിനെയും ആക്ഷൻ എന്നും മറ്റൊന്ന് ഏതിനെയും റിയാക്ഷൻ എന്നും വിളിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ബോഡിയെ പുഷ് ചെയ്യുന്ന ഫോഴ്സിനെ ആക്ഷൻ എന്നും ബോഡി തിരിച്ച് എന്നിൽ ഏൽപ്പിക്കുന്ന ബലത്തെ റിയാക്ഷൻ എന്നും ഞാൻ വിളിക്കുന്നു. നേരെ തിരിച്ചു പറയാം, ഏതാണ് ആക്ഷൻ ഏത് റിയാക്ഷൻ എന്നുള്ളത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ ഇതാണ് തേർഡ് ലോ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടും അവ ക്യാൻസൽ ചെയ്യാത്ത എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. ആൻസർ ഇതാണ്: ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പെയർ ഓഫ് ഫോഴ്സസ് ഡു നോട്ട് ആക്ട് ഓൺ ദ സെയിം ബോഡി ബട്ട് ഓൺ ടു ഡിഫറെന്റ് ബോഡി, സോ ദേ ഡോണ്ട് ക്യാൻസൽ ഈച്ച് അതർ. ആൻസർ ആണ് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ആക്ഷൻ എന്ന് വിളിക്കാം, അതിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. പിന്നെ ഈ ലാസ്റ്റത്തെ സെന്റൻസ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കണം. എന്ത്? ദീസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആർ നോട്ട് കോസ് ആൻഡ് എഫക്ട് ഫോഴ്സസ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോഡിയിൽ ആക്ഷൻ കൊടുത്തു, അതിനുശേഷം ആ ആക്ഷന്റെ ഫലമായിട്ട് അതിനുശേഷം അല്പസമയം കഴിഞ്ഞിട്ട് ആ ബോഡി റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ആക്ഷൻ ആണ് ആ വസ്തു തിരിച്ചു തരാനുള്ള റിയാക്ഷന്റെ കോസ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാ പറയുന്നത്. ദർ ഈസ് നോ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ ആക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ റിയാക്ഷൻ ഉണ്ടാവും. കൊടുത്തു കഴിഞ്ഞിട്ട് എത്രയാണ് ഞാൻ കൊടുത്ത ആക്ഷൻ എന്ന് നോക്കിയിട്ടല്ല ബോഡി റിയാക്ഷൻ തരിക, തിരിച്ച് റിയാക്ഷൻ കിട്ടുക. അതപ്പം തന്നെ കിട്ടും, അതേ അളവിൽ കിട്ടും. നമ്മൾ ഈ അടിപിടിയെ കൂടുമ്പോൾ പറയാറുണ്ടല്ലോ, അടി കൊടുത്താൽ കിട്ടും എന്ന പോലെ സൈമൾട്ടേനിയസ് ആണ്. അവിടെ സൈമൾട്ടേനിയസ് അല്ല, കൊടുത്തിട്ടാണ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെയുമല്ല, സൈമൾട്ടേനിയസ് ആണ്. നിങ്ങൾ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിയാക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞ ഉടനെ ഒരു വളരെ ചെറിയ സമയം കഴിയുമ്പോൾ റിയാക്ഷൻ ഇങ്ങോട്ട് ഉണ്ടാവുക എന്നുള്ളതല്ല. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അത് ഈ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സുകൾ ഒരേ ഇൻസ്റ്റന്റിൽ സംഭവിക്കുന്നതാണ്. ഏതാണ് അതിന്റെ അർത്ഥം? മനസ്സിലായല്ലോ? സോ ദ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ആർ നോട്ട് കോസ് എഫക്ട്. ദർ ഈസ് നോ കോസ് എഫക്ട് റിലേഷൻ. കോസ് എഫക്ട് പറഞ്ഞാൽ കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു റിസൾട്ട് കിട്ടുക, അങ്ങനെയാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു, ആ ആക്ഷൻ എത്രയാണെന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷം ആ ബോഡി തിരിച്ച് റിയാക്ഷൻ അതിന്റെ ശേഷം ഇങ്ങോട്ട് തരുന്നു, അല്ലെങ്കിൽ അല്പം ഡിലേ, അല്ലെങ്കിൽ ആ കൊടുത്ത ഇൻസ്റ്റന്റിനോട് നെഗ്ലജിബിൾ ആയിട്ടുള്ള വളരെ ചെറിയ ടൈം ഇന്റർവെലിന് ശേഷം ഇങ്ങോട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അതിന് കോസ് എഫക്ട് റിലേഷൻ എന്ന് പറയുക. ഒന്ന് കൊടുത്തതിന് കോസ് വന്നതിന് ശേഷമാണ് എഫക്ട് വരിക. അങ്ങനെയല്ല ഇവിടെ. ഇവിടെ കോസും എഫക്റ്റും ഒക്കെ ഇൻസ്റ്റന്റേനിയസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ആക്ഷൻ കൊടുക്കുന്നത്, സൈമൾട്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ. സോ ദി ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് ആർ നോട്ട് കോസ് ആൻഡ് എഫക്ട് ഫോഴ്സസ്, സോ ദേ ആർ സൈമൾട്ടേനിയസ് ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് എഴുതിയിട്ട് ഈ കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ആക്ഷൻ ഈ ലാസ്റ്റത്തെ സെന്റൻസ് വേണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നോക്കിയിട്ട് വേണം നോട്ട് എഴുതാൻ കേട്ടോ. ഇനി ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതണം. ന്യൂട്ടന്റെ തേർഡ് ലോ ഒരു ഫിസിക്സ് സ്റ്റുഡന്റ് പറയേണ്ടത് ഈ രീതിയിലാണ്. ഒരു ലൈമാൻ ആയിട്ടുള്ള സാധാരണക്കാർ പറയും ആക്ഷൻ ദർ ഈസ് ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ഫിസിക്സ് പഠിച്ച ഒരു കുട്ടി പറയേണ്ടത് ഈ രീതിയിലാണ്. ഇൻ നേച്ചർ, പ്രകൃതിയിൽ നമുക്ക് ഫോഴ്സുകൾ എപ്പോഴും അനുഭവപ്പെടുന്നത് പെയേഴ്സ് ആയിട്ടാണ്. ഒരു എ ബി എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ എ ബിയിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ ബി തിരിച്ച് എയിലും ഒരു ഫോഴ്സ് തിരിച്ചേൽപ്പിക്കും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അങ്ങനെയാണ് പ്രകൃതിയിലുള്ള നിയമങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം, ഒരു നാച്ചുറൽ ഫോഴ്സ് ആണ്. എ എന്ന് പറയുന്ന മാസ് ബി എന്ന് പറയുന്ന മാസിൽ എക്സേർട്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്. എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ ബി എവിടെയും എക്സേർട്ട് ചെയ്യും, എയിലും എക്സേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്.
നമ്മൾ പഠിക്കുന്ന പ്രപഞ്ചത്തിലുള്ള ഫണ്ടമെന്റൽ ഫോഴ്സുകളൊക്കെ തന്നെ ഈ രീതിയിൽ പെയറുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ ആള് ആദ്യത്തെ ആളിലും തിരിച്ചും അതേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. പക്ഷെ ഒരൊറ്റ മാറ്റമുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ തേർഡ് ലോ. സോ ഇൻ നേച്ചർ ഫോഴ്സസ് ആൾവേസ് ഒക്വർ ഇൻ പെയേഴ്സ്. എങ്ങനെയുള്ള പെയേഴ്സ് ആണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള പെയേഴ്സ് ആയിട്ടാണ് ഒക്വർ ചെയ്യുക. ഇഫ് യു കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി, then if force on A by B is equal and opposite to force on B by E, അതായത് FAB equal to minus vector FBA, വെക്ടർ ഇടണേ. FAB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ A by B is equal to minus FBA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ B by A. Aയിൽ B എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ബിയിൽ എ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അതുകൊണ്ടാണ് ഈ എഴുതാൻ പറ്റുന്നത്. ഇതാണ് തേർഡ് ലോയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ഫിസിക്സ് അടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് നിർബന്ധമായിട്ട് നോട്ടിലേക്ക് എഴുതണം. ഇതാണ് തേർഡ് ലോ എന്ന് എഴുതിയിട്ട് ഇത് എഴുതിയാൽ കറക്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് കോൺസിക്വൻസ് ഒക്കെ അതുണ്ട്. അടുത്ത ഞാൻ മറ്റൊരു ടേമിലേക്ക് പോവാണ്. മെക്കാനിക്സിലെ മോഷൻ പഠിക്കുമ്പോൾ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇമ്പൾസ് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ടൈം. കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ഫോഴ്സ്. ഉദാഹരണത്തിന് നമ്മളൊരു ആണി ചുറ്റിക കൊണ്ട് അടിക്കുന്നു. ആ ആണിയിൽ ആ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ഇൻസ്റ്റന്റിൽ കുറഞ്ഞ സമയത്തേക്ക് ആ ഫോഴ്സ് അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷേ ആണിയെ സംബന്ധിച്ച് ഒരു ലാർജ് ഫോഴ്സ് ആണ്. അപ്പൊ ഇത് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. നമ്മളൊരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നു. കിക്ക് ചെയ്യുന്ന ഇൻസ്റ്റന്റിലെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ, പക്ഷെ ലാർജ് ഫോഴ്സ് ആണ്, ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നു. അവിടെയും നമ്മൾ ആ ബോളിൽ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ സമയത്തേക്ക് അനുഭവപ്പെടുന്ന ബലങ്ങളെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന വാക്കിന്റെ മലയാളം എനിക്ക് തോന്നുന്നത് ആവേഗം എന്നാണെന്ന് തോന്നുന്നു. ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, എ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഫോർ വെരി ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കാൾഡ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. എക്സാമ്പിൾ, ദ ഫോഴ്സ് ഓൺ എ ബാൾ വെൻ ഹിറ്റ് വിത്ത് എ ബാറ്റ്. ഒരു ബോളിനെ, ക്രിക്കറ്റ് ബോളിനെ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുന്ന ഇൻസ്റ്റന്റിലാണ് നമ്മൾ ബലം കൊടുക്കുന്നത്. ആ ഫോഴ്സിനെ നമുക്ക്, അതൊരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. കുറെ പറയാം. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ ബുള്ളറ്റ് വെൻ ഫയർഡ് ഫ്രം എ ഗൺ. ഒരു ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് റിലീസ് ആകുന്ന സമയത്ത് ആ ഗണ്ണിന്റെ മെക്കാനിക്കൽ സിസ്റ്റം ബുള്ളറ്റിന് കൊടുക്കുന്ന ഒരു ബലമുണ്ട്. ഒരു ഇൻസ്റ്റന്റിൽ ആ ഫോഴ്സ് കൊടുക്കുന്നു, വലിയ ഫോഴ്സ് ആയിരിക്കും. നെയിൽ ഹിറ്റ് വിത്ത് ഹാമർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് എക്സാമ്പിൾസ് ആണ് ഇമ്പൾസീവ് ഫോഴ്സ്. ദെൻ വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസീവ് ഫോഴ്സ് എന്താന്ന് കണ്ടു. എന്താണ്? വളരെ കുറഞ്ഞ സമയത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സുകളെയാണ് ഇമ്പൾസീവ് ഫോഴ്സുകൾ എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ്, ഒരു ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ് കൊണ്ടുള്ള ഇമ്പൾസ്, ആവേഗം എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻഡ് ആസ്, ഇറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ മൊമെന്റം ഡിഫൈൻ ചെയ്തതുപോലെ പുതിയൊരാളെ ഡിഫൈൻ ചെയ്യാണ്, ടു സ്റ്റഡി ദി മെക്കാനിക്സ്. അപ്പൊ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദി ടൈം ഫോർ വിച്ച് ദി ഫോഴ്സ് ആക്ട്സ് ഓൺ ദി ബോഡി. ഇമ്പൾസ് ഈസ് എ മെഷർ ഓഫ് ദി ടോട്ടൽ എഫക്ട് ഓഫ് ദി ഫോഴ്സ്. അപ്പൊ ഒരു ഫോഴ്സ് കുറഞ്ഞ സമയത്തേക്ക് ആക്ട് ചെയ്യുന്നു, വേറൊരു ഫോഴ്സ് ചെറിയ അളവേ ഉള്ളൂ പക്ഷെ കൂടുതൽ സമയത്തേക്ക് ആക്ട് ചെയ്യുന്നു. രണ്ടിന്റെയും എഫക്ട് ചിലപ്പോൾ തുല്യമായേക്കാം. ഒന്ന് മാഗ്നിറ്റ്യൂഡ് കുറവാണ് പക്ഷെ കുറെ സമയത്തേക്ക് അത് ആ വസ്തുവിൽ അനുഭവപ്പെടുന്നുണ്ട്. വേറൊന്ന് വലിയ മാഗ്നിറ്റ്യൂഡാണ് പക്ഷെ കുറഞ്ഞ സമയത്തേക്ക് അനുഭവപ്പെടുന്നുള്ളൂ. രണ്ടിനും ഒരേ എഫക്ട് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഈ പ്രോഡക്റ്റിനെ, ഫോഴ്സ് ഇൻറ്റു ദി ടൈം ഫോർ വിച്ച് ദാറ്റ് ഫോഴ്സ് ആക്ട്സ്, അത് രണ്ടും തമ്മിലുള്ള പ്രോഡക്റ്റിനെ, അതിനെ ഗുണിച്ചാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസിന് ഐ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്താൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ഫോർ വിച്ച് ദാറ്റ് ഫോഴ്സ് ആക്ട്സ് ഓൺ ദാറ്റ് ബോഡി. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്താന്ന് നോട്ടിൽ എഴുതണം, അതിന് ഉദാഹരണങ്ങൾ എഴുതണം, ഇമ്പൾസ് എന്താണെന്ന് എഴുതണം, അതിന്റെ ഇക്വേഷൻ എഴുതണം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ന്യൂട്ടൺ നമ്മൾ SI യൂണിറ്റ് ആയിട്ട് എഴുതിയാൽ ന്യൂട്ടൺ SI യൂണിറ്റ് എങ്ങനെ ഉണ്ടാക്കുക? ന്യൂട്ടന്റെ ഇക്വേഷൻ F ഇസ് ഈക്വൽ ടു എം എന്നാണ്. അപ്പൊ ഒരു ഭാഗത്ത് ന്യൂട്ടൺ ആണ്, അപ്പുറത്തെ സൈഡിൽ ഏതാണുള്ളത്? എം എന്നാണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. സോ മാസിൻ്റെത് കിലോഗ്രാം, ആക്സലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതാണ് ഫോഴ്സിൻ്റെ. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ടൈം, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 ഇൻറ്റു ടൈം പറയുമ്പോൾ സെക്കൻഡ് വരും. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന്. ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. ദ ഇമ്പൾസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഈ പുതിയ ക്വാണ്ടിറ്റീസ്, മൊമെന്റം ഇതൊക്കെ പഠിച്ചല്ലോ, അത് ഓരോന്നിന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ ഉണ്ടാക്കണം. അത് എഴുതി പഠിക്കുകയും വേണം. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് കുറെ എണ്ണം, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പിന്നെ ഓരോ കേസിലും അത് പറയാത്തത്. ഓക്കെ,
സോ ഇമ്പൾസിനെ കുറിച്ച് ഒരു ധാരണ കിട്ടി. അപ്പൊ ഇമ്പൾസ് ഒരു ഫോഴ്സ് കൊണ്ട് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൽ ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിന്റെ ഒരു മെഷർ തന്നെയാണത്. ഓക്കെ, സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് ഈസ് ഇമ്പൾസ്. ഇനി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഷോ ദാറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇതിനെ നമ്മൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. ആ ഒരു പദം ഞാൻ ഈ സ്ലൈഡിൽ എവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ റിമെമ്പർ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്നുള്ള ഇക്വേഷൻ ആണ്. അതാണ് ഉണ്ടാക്കേണ്ടത്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പ്രൂവ് ചെയ്യുക. ഐ ഈക്വൽ ടു ഡെൽറ്റ പി. ഡെൽറ്റ പി മീൻസ് ചേഞ്ച് ഇൻ പി. ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ സിമ്പിൾ ആണ്. ആ സെക്കൻഡ് ലോ തന്നെയാണത്. കൺസിഡർ എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ സ്മാൾ ടൈം ഡെൽറ്റ ടി ചേഞ്ചിങ് ഇറ്റ്സ് മൊമെന്റം ബൈ ഡെൽറ്റ പി. അപ്പോൾ ഒരു വസ്തുവിൽ ഒരു ചെറിയൊരു ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഒരു ബലം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു വസ്തുവിൽ ബലം കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ മൊമെന്റത്തിന് മാറ്റം ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പൊ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ വസ്തുവിന്റെ മൊമെന്റത്തിനുണ്ടായ മാറ്റം ലെറ്റ് ഇറ്റ് ബി ചേഞ്ച് ഇൻ മൊമെന്റം ബി ഡെൽറ്റ പി. ഈ ഫോഴ്സ് കൊടുത്തത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു സമയത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? ദാറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എന്താ സെക്കൻഡ് ലോ പറഞ്ഞത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പൊ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും ഫോഴ്സ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഈ ഡെൽറ്റ ടി കണ്ടെടുത്താൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. നമ്മുടെ ആൻസർ ആയല്ലോ. വെരി സിമ്പിൾ. സെക്കൻഡ് ലോ തന്നെയാണിത്. ഇമ്പൾസ് മൊമെന്റ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നത്തിങ് ബട്ട് സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ. വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് 2 മാർക്കിന്. സോ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ പി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. അപ്പൊ ഈ ഫോമിൽ സെക്കൻഡ് ലോ എഴുതിയാൽ വളരെ ഈസിയാണ്. അതിൽ തന്നെ ഉണ്ട് ഈ ഇമ്പൾസ് മൊമെന്റ് പ്രിൻസിപ്പിൾ. So this says F into delta t is nothing but the impulse. By definition of impulse, force into the time delta t is the impulse of that force, and which is equal to delta p. Delta p means the change in momentum. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Show that impulse is equal to change in momentum എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. So F into delta t is equal to I, the impulse, and I is equal to delta p. So impulse I is equal to change in momentum delta p. So ഇത് നോട്ടിൽ എഴുതണം. ഇമ്പൾസ് ഐ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി. നോട്ടിൽ എഴുതുമ്പോൾ ഇതിന്റെ സൈഡിൽ എഴുതി വെക്കും ബ്രാക്കറ്റിൽ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ലെറ്റ് മീ ആഡ് ഇറ്റ്. ഒന്ന് ആഡ് ചെയ്താട്ടെ. അങ്ങനെയാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇതെല്ലാവരും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി നോട്ടിൽ എഴുതി വെക്കണം. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ഒരൊറ്റ ഇക്വേഷനിൽ അതെല്ലാം ഉണ്ട്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ള സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എഴുതിയാൽ എവറിത്തിങ് ഈസ് ദർ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. ഇതുവരെയുള്ള ഈ പഠിച്ച കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് അന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ്ലം എടുത്താണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kilogram moving with the speed 90 meter per second enters a wooden block and stops after moving 60 centimeter inside it. Find the average resistive force exerted by the block on the bullet. ചോദ്യം ഇതാണ്: ഒരു 0.04 കിലോഗ്രാം, ദാറ്റ് ഈസ് 40 ഗ്രാം ഭാരമുള്ള ഒരു ബുള്ളറ്റ് 90 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഇങ്ങനെ ചീറിപ്പായുന്നു. അത് ഒരു വലിയ ഒരു മരത്തിന്റെ ഒരു കട്ട ഒരു ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്തപ്പോൾ ആ ബ്ലോക്ക് തുളച്ചത് പോകുന്നു. എത്ര സെന്റിമീറ്റർ? 60 സെന്റിമീറ്റർ ആ മരത്തിന്റെ ഉള്ളിൽ പോയിട്ട് അത് സ്റ്റോപ്പ് ആവും. മരത്തിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോപ്പ് ആവും. അപ്പൊ ഈ ബുള്ളറ്റ് ഹൈ സ്പീഡിൽ വരുന്ന ഈ ബുള്ളറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒപ്പോസിംഗ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ആരാണ്? ഈ വുഡൻ ബ്ലോക്ക് ആണ്. ആ വുഡൻ ബ്ലോക്ക് കൊടുത്ത ഒപ്പോസിംഗ് ഫോഴ്സ്, ആവറേജ് ഫോഴ്സ്, അതാണ് ആ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആവറേജ് ഫോഴ്സ് which the wooden block exerted to stop the bullet or to bring the momentum of the bullet to zero. ഇനി ഈ പറന്നു വരുന്ന ബുള്ളറ്റിന്റെ മൊമെന്റം 0 അല്ല. കാരണം അതിനൊരു മാസ് ഉണ്ട്, 40 ഗ്രാം അല്ലെങ്കിൽ 0.04 കിലോഗ്രാം.
അതിനൊരു വെലോസിറ്റി ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ മൊമെന്റം. ആ മൊമെന്റമത്തോടെയുള്ള ബുള്ളറ്റ് വന്ന് ഈ വുഡൻ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്ത് മുതൽ അതിന്റെ മൊമെന്റം കുറഞ്ഞു ലാസ്റ്റ് അത് റസ്റ്റിലെത്തി എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ചെയ്തു 60 സെന്റിമീറ്റർ മൂവ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 60 സെന്റിമീറ്റർ കവർ ചെയ്തപ്പോൾ അതിന് മൊമെന്റം സീറോ ആയി. സോ ഇറ്റ്സ് മൊമെന്റം ചേഞ്ച്ഡ് ഫ്രം സം ഇനീഷ്യൽ വാല്യൂ ടു സീറോ വാല്യൂ. അപ്പൊ ദർ ഈസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ട്. ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം. ആരാണ് ആ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവുക? ഈ വുഡൻ ബ്ലോക്ക് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് കൊടുത്തതിന്റെ ഫലമായിട്ട് മൊമെന്റം ചേഞ്ച് ചെയ്തു, സീറോ ആയി. ആ ആവറേജ് ഫോഴ്സിനെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബുള്ളറ്റിന്റെ ഈ ഹിറ്റ് ചെയ്യുന്ന മൊമെന്റ് മുതലുള്ള മോഷൻ പരിഗണിക്കുക. ബുള്ളറ്റ് എവിടെ ഹിറ്റ് ചെയ്യുന്ന, വുഡൻ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന ആ മൊമെന്റ് മുതലുള്ള മോഷൻ പരിഗണിക്കുക. അപ്പൊ ഹിറ്റ് ചെയ്യുന്ന മൊമെന്റ് മുതലുള്ള മോഷൻ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ആ ബുള്ളറ്റിന്റെ മാസ് നമുക്കറിയാം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹിറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി 90 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി, ആ ബുള്ളറ്റ് ഹിറ്റ് ചെയ്ത് ആ വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിൽ മൂവ് ചെയ്ത് അവസാനം എത്തിയ വെലോസിറ്റി സീറോയിലാണ്. കാരണം ഇറ്റ് സ്റ്റോപ്സ് വുഡൻ ബ്ലോക്ക് ആൻഡ് സ്റ്റോപ്സ് ആഫ്റ്റർ മൂവിങ് 60 സെന്റിമീറ്റർ. അപ്പൊ അത് ഫൈനൽ വെലോസിറ്റി സീറോ എന്ന് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ്, ബുള്ളറ്റ് വുഡൻ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന മൊമെന്റ് മുതൽ സ്റ്റോപ്പ് ചെയ്യുന്ന വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് സഞ്ചരിച്ചത് 60 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് 60 സെന്റിമീറ്റർ 0.6 മീറ്റർ പെർസ് കിട്ടി. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ വൺ ഡയമെൻഷൻ മോഷനിൽ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. ഫൈനൽ വെലോസിറ്റി v സ്ക്വയർ is equal to u square plus 2as എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് v അറിയാം, u അറിയാം, s അറിയാം, a കണ്ടെത്താം. റിമെമ്പർ, a കാണുക. നമ്മുടെ ലക്ഷ്യം നമ്മളോട് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് പറഞ്ഞത്. റെസിസ്റ്റീവ് ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കണ്ടെത്തണം. ആ റിട്ടാർഡേഷൻ, ഇവിടെ റിട്ടാർഡേഷൻ ആണ് ഉണ്ടാവുക, ആക്സലറേഷൻ അല്ല, നെഗറ്റീവ് ആയിരിക്കും ആക്സലറേഷൻ. റിട്ടാർഡേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് മാസ് ഇൻറ്റു ദാറ്റ് ആക്സലറേഷൻ ഇസ് കാൾഡ് അപ്പൊ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷനുള്ള ഇതിൽ നിന്ന് ആക്സിലറേഷൻ ആണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2as എന്ന് കിട്ടും. 2as. അപ്പൊ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓരോ വാല്യൂ. വി എന്ന് പറഞ്ഞാൽ 0 ആണ്, യു 90 ആണ്. 90 സ്ക്വയർ ഡിവൈഡ് ബൈ 2 × 0.6. അപ്പോ ഇത് ചെയ്താൽ -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഇവിടെ നോക്കൂ, ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ ആണ് F is equal to m × a എന്ന്. അപ്പോ ഈ വുഡൻ ബ്ലോക്ക് കൊടുത്തിട്ടുള്ള ഒപ്പോസിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ് അവിടെ ആക്സലറേഷൻ നെഗറ്റീവ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആയത്. വെലോസിറ്റി കുറയുന്ന രീതിയിലാണ് ഫോഴ്സ് കൊടുത്തത്. ആര്? വുഡൻ ബ്ലോക്ക് ബുള്ളറ്റിൽ എക്സേർട്ട് ചെയ്തപ്പോൾ. ആ ഫോഴ്സ് കൊണ്ട് ബുള്ളറ്റിനുണ്ടായ റിട്ടാർഡേഷൻ ആണ് 6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി വുഡൻ ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റ് F is equal to ma. So 0.04 into -6750 ചെയ്താൽ -270 Newton. So -270 Newton is the force exerted by the bullet, force exerted by the wooden block on the bullet. Okay. ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന അതേ ദിശ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റിലാണ് ഈ വുഡൻ ബ്ലോക്ക് ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് വന്നത്. സോ -270 Newton. F is equal to m എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എ കണ്ടെത്തിയത് നമ്മുടെ വൺ ഡയമെൻഷണൽ മോഷനിലുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ രണ്ട് ചാപ്റ്ററിലെ ഇക്വേഷനും ഇവിടെ ആവശ്യം വന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുമ്പ് പഠിച്ച കാര്യങ്ങൾ എപ്പോഴും ഇനി തുടർന്നുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പഴയ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഒക്കെ ആവശ്യം വരും. അതൊക്കെ വെച്ചിട്ട് വേണം ആൻസർ കണ്ടെത്താൻ. ഇവിടെ നോക്കൂ, നിങ്ങൾ ആക്സലറേഷൻ കാണാൻ നമ്മൾ ഉപയോഗിച്ചത് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഇവിടെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഈ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ബുള്ളറ്റ് പോയി റെസ്റ്റ് ചെയ്യുന്നു, 60 സെന്റിമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ആ സഞ്ചരിച്ച ദൂരം അവിടെ തന്നിട്ടുണ്ട്. ഹിറ്റ് ഉള്ള വെലോസിറ്റി നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഇത് പോയി നിൽക്കുന്ന വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വി, യു, എസ് ഇതൊക്കെ മനസ്സിലേക്ക് കയറി വരണം. വി എന്ന് പറയുന്നത് 0 ആണെന്ന് അതിന് ഐഡിയ കിട്ടണം. ഈ ഇനീഷ്യൽ ഹിറ്റ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി 0 അല്ല, ഒരു വെലോസിറ്റിയുടെ തന്നിട്ടുണ്ട്. അപ്പൊ യു അറിയാം, വി അറിയാം, സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് എസും അറിയാം. അപ്പൊ നിങ്ങൾ അപ്പൊ നമ്മൾ പിന്നെ അത്രയും ഡാറ്റാസ് ആണ് ഇവിടെ തന്നിട്ടുള്ളൂ.
നമുക്ക് ഫോഴ്സ് കാണണമെങ്കിൽ ഒന്നുകിൽ ഡി പി ബൈ ഡി ടി കിട്ടണം. ഡി പി ബൈ ഡി ടി കാണണമെങ്കിൽ എന്ത് വേണം? ഒരു മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിന്ന് മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എഫ് എ കാണാനുള്ള വഴി ഇവിടെ ഈസി ആയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഈ ഡാറ്റാസ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എ ആണ്, ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കിട്ടിയാൽ ഫോഴ്സ് കാണാം. എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആക്സിലറേഷൻ കാണാൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നതും ആ ആക്സിലറേഷൻ ഉപയോഗിച്ചിട്ട് ഫോഴ്സ് കണ്ടെത്തുന്നു. ഓക്കെ, -270 ന്യൂട്ടൺ. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. ഇതുവരെ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇങ്ങനെ -270 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ദ വുഡൻ ബ്ലോക്ക് എക്സേർട്സ് എ റിട്ടാർഡിംഗ് ഫോഴ്സ് ഓഫ് 270 ന്യൂട്ടൺ എന്ന് പറയാം. മൈനസിന്റെ അർത്ഥം അവിടെ എന്താണ്? ദ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബുള്ളറ്റ്. ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് എ റിട്ടാർഡിംഗ് ഫോഴ്സ്. ഒപ്പോസിംഗ് ഫോഴ്സ് എന്നും പറയാം. ഒപ്പോസിംഗ് ഫോഴ്സ് ഓഫ് 270 ന്യൂട്ടൺ എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ ഈസ് ഗിവൺ ബൈ yt ഈസ് ഈക്വൽ ടു y0 പ്ലസ് ut പ്ലസ് ഹാഫ് gt സ്ക്വയർ. ഒരു y ഡയറക്ഷനിൽ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിളിന്റെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷനെ റെപ്രസെന്റ് ചെയ്ത ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് yt ഈസ് ഈക്വൽ ടു y0 പ്ലസ് ut പ്ലസ് ഹാഫ് gt സ്ക്വയർ. അഗൈൻ ഇത് ഒരു ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരിക്കലും നേരിട്ട് നമുക്ക് ഫോഴ്സ് കിട്ടൂല. പക്ഷെ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ കിട്ടിയാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ വൺ ഡയമെൻഷണൽ മോഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അലോങ് ദി വൈ ആക്സിസ് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഏത് സമയത്തുള്ള പൊസിഷൻ വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള അതിന്റെ വെലോസിറ്റി കിട്ടും. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അവിടെ നമ്മുടെ ക്ലൂ ഉണ്ട്. ആക്സിലറേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാസ് കൊണ്ട് അതിനെ ഗുണിച്ചാൽ യു വിൽ ഗെറ്റ് ദി ഫോഴ്സ് ഓൺ ദാറ്റ്. ഇവിടെ മാസ് തന്നിട്ടില്ല, അപ്പൊ നമ്മൾ മാസ് എം എന്ന് എടുക്കുന്നു. നോട്ട് എ ന്യൂമറിക്കൽ പ്രോബ്ലം, വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈം ടു ഗെറ്റ് വെലോസിറ്റി. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനിയും ഞാൻ ഡിഫറൻഷിയേഷന്റെ ഓരോ സ്റ്റെപ്പും പറയില്ല. ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തപ്പോൾ ഡിഫറൻഷിയേഷൻ ഒക്കെ ചെയ്ത് തന്നതാണ് കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ തന്നെ. അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത റിസൾട്ട് നേരെ എഴുതുകയാണ് ചെയ്യുക. സോ dy by dt is equal to d by dt of y0 plus d by dt of ut plus d by dt of half gt square. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ചെയ്താൽ v equal to 0. ഫസ്റ്റ് ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. യൂട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആ ഫോർമുല ഉപയോഗിച്ച് u എന്ന് കിട്ടും. ഹാഫ് ജി ടി സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഹാഫ് ജി ഇൻറ്റു 2t എന്ന് കിട്ടും. അപ്പൊ യു പ്ലസ് ജി ടി എന്നായിരിക്കും. ഈ ടൂവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ യു പ്ലസ് ജി ടി എന്ന് വരും ആൻസർ. സോ വെലോസിറ്റിക്കൽ ഇക്വേഷൻ കിട്ടി യു പ്ലസ് ജി ടി. ഈ വെലോസിറ്റിക്കൽ ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വി വിത്ത് ടി, ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ടു ഗെറ്റ് ദി ആക്സലറേഷൻ. അപ്പൊ എ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഡി ബൈ ഡി ടി ഓഫ് യു പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി ടി. യു എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, വിച്ച് ഈസ് എ കോൺസ്റ്റന്റ്. സോ ഡി ബൈ ഡി ടി ഓഫ് യു ഇസ് 0, വിച്ച് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, അത് പിന്നെ മാറൂല മോഷനിലൊന്നും. ഡി ബൈ ഡി ടി ഓഫ് ജി ടി ചെയ്താൽ ജി എന്ന് കിട്ടും. സോ ജി ആണ് ആക്സലറേഷൻ. സോ ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ എഫ് ഇസ് ഈക്വൽ ടു എം എ. എം മാസ് ആണ്, എന്റെ വാല്യൂ ഇവിടെ ജി ആണ്. സോ എം ജി എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എം ജി. ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ എഴുതാം. എന്തുകൊണ്ട്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ. എന്തിന്റെ ഇക്വേഷൻ ആണ്? ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നുള്ള ഭാഗത്താണ്, ആ കേസിലാണ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. എസ് ഇസ് ഈക്വൽ ടു വൈ ടി മൈനസ് വൈ0 എസ് ആയിട്ട് എടുക്കുക. എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് ഫോർ മോഷൻ അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാം എന്ത് ഇവിടെ ഇത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എം സി. അല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് പൊസിഷനിൽ. അപ്പൊ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്
സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് എന്റെ സ്ഥാനത്താണ് ഹാഫ് ജി വരിക. അപ്പൊ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ജി എന്ന് കിട്ടും ഒറ്റയടിക്ക്. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു വൺ ഡയമെൻഷണൽ മോഷനിൽ ജനറൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ടി ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് യു ടി അല്ലെങ്കിൽ വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന്. അവിടെ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റുകൾ കമ്പയർ ചെയ്താൽ ജനറൽ ഇക്വേഷനിൽ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിൽ ഹാഫ് എ എന്നാണ്. ഹാഫ് ഓഫ് ദി ആക്സലറേഷൻ ആണ് ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരിക. ഇവിടെ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഹാഫ് ജി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഹാഫ് എ ഇസ് ഈക്വൽ ടു ഹാഫ് ജി ഓർ എ ഇസ് ഈക്വൽ ടു ജി. ആ ഇക്വേഷൻസ് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എഴുതാം. അതൊക്കെ ഈസി മെത്തേഡുകളാണ്. ദിസ് ഈസ് ദി ജനറൽ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ്. അത് മറ്റു മെത്തേഡുകളൊക്കെ ടി സ്ക്വയറിന്റെ ഇക്വേഷനുള്ള ടി സ്ക്വയർ വരെയുള്ള ടേംസ് വരുന്ന ഇക്വേഷനെ പറ്റുള്ളൂ. ഈ മെത്തേഡ് ഏത് ഇക്വേഷൻ ടി ക്യൂബ് വന്നാലും ടി റേസ്റ്റ് 4 വന്നാലും സൈൻ ടി വന്നാലും ഒക്കെ ഇത് ഉപയോഗിക്കാം. ദിസ് മെത്തേഡ് ഈ മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ. So find the force on a particle whose position is given by yt is equal to y0 plus ut plus half g. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, so that's all. ഇനി തേർഡ് ലോയുടെ ഡെയിലി ലൈഫ് എന്നുള്ള ചില കോൺസിക്വൻസസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. നേരെ തിരിച്ചാണ് ചോദിക്കൽ ഇത്തരം ചില സിറ്റുവേഷൻസ് തന്നിട്ട് അതിന്റെ നേരെ അപ്പുറത്ത് ഈ മാച്ച് ദി ഫോളോയിങ് എന്നുള്ള ടൈപ്പിൽ കുറെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് വരും. അപ്പോൾ അപ്പുറത്ത് വെക്കും സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൗണ്ടിൽ ഒരു ഫോഴ്സ് ഒരു പുഷിങ് കൊടുക്കുന്നു പിന്നോട്ട്. അപ്പൊ ഗ്രൗണ്ട് നമുക്ക് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് തരുന്നു. ആ റിയാക്ഷൻ ആണ് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. ഗ്രൗണ്ട് വൈൽ വാക്കിംഗ് എ പേഴ്സൺ പുഷസ് ഗ്രൗണ്ട്, അതിനെ നമുക്ക് ആക്ഷൻ എന്ന് വിളിക്കാം. Then the ground exerts equal and opposite force on that person and due to that force the person moves. അപ്പൊ ആ ഗ്രൗണ്ട് ആ വ്യക്തിയിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ തേർഡ് ലോ അനുസരിച്ചിട്ടാണ് വാക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇതേപോലെ സ്വിമ്മിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വാട്ടറിനെ പിന്നിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബോഡിയിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫലമായി നമ്മൾ വെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് വൈൽ സ്വിമ്മിങ്. While swimming, a person pushes water backward. Water exerts equal and opposite force on him and he moves forward. അറിയാലോ നീന്തുമ്പോൾ. When a person jumps out of a boat, ഒരു നിർത്തിയിട്ട ബോട്ടിൽ നിന്ന് കരയിലേക്ക് ഒരാൾ അതിനെ എടുത്ത് ചാടുമ്പോൾ ആ ബോട്ട് കുറച്ച് ബാക്കോട്ട് പോകും. കാരണം പോകുമ്പോൾ എന്ത് ചെയ്യും, ആ ആള് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആക്സലറേഷനോടെ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഫോഴ്സിന് തുല്യമായ ഒരു ഫോഴ്സ് ആർക്കും കിട്ടും, അയാൾ ബോട്ടിൽ കൊടുക്കും. അല്ലെങ്കിൽ ആ ചാടുന്ന ആള് ബോട്ടിനെ ബാക്കോട്ട് പുഷ് ചെയ്യുന്നത് കൊണ്ടാണ് ബോട്ട് അയാളെ മുന്നോട്ട് തള്ളുന്നത്. ആ തള്ളലിലാണ് അയാൾ മുന്നോട്ട് വീഴുന്നത് അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് കരയിലേക്ക് എത്തുന്നത്. ബോട്ടിൽ നിന്നുകൊണ്ട് അയാൾ പിന്നോട്ട് ആഞ്ഞ് ഒരു പുഷ് കൊടുക്കും ബോട്ടിൽ. ആ പുഷിന്റെ റിയാക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് അയാൾ മുന്നോട്ട് പോകുന്നത്, അയാൾ കരയിലേക്ക് ചാടുന്നത്. അപ്പൊ ബോട്ടിൽ അയാൾ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നു. ആ ആക്ഷൻ കാരണമാണ് ബോട്ട് മുന്നോട്ട് പോകുന്നത്. ആ ബോട്ട് കൊടുക്കുന്ന റിയാക്ഷൻ കാരണം ഇയാൾ മുന്നോട്ട് കരയിലേക്ക് പോകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഇത് മൂന്നെണ്ണം വെറുതെ ഒരു സാമ്പിളിന് എഴുതിയെന്നുള്ളൂ. ധാരാളം എക്സാമ്പിൾസ് കിട്ടും. മോസ്റ്റ് ഓഫ് ദി എക്സാമ്പിൾസ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ തേർഡ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സാമ്പിൾ ഒക്കെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ടും പറയാൻ പറ്റും, സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Then next is a horse cannot pull a cart in empty space. ഇത് മുൻപ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. A horse cannot pull a cart in empty space. Why എന്ന് എക്സ്പ്ലെയിൻ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ അർത്ഥം? Because the horse cannot apply an action. എംപ്റ്റി സ്പേസിൽ മറ്റ് ഒബ്ജക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് there is no physical objects in an empty space. So the horse cannot exert an action and it will not receive any reaction force. ഹോഴ്സ് മൂവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഹോഴ്സിൽ ഒരു എക്സ്റ്റേണൽ ബലം പ്രയോഗിക്കണം. അപ്പൊ ഒരു എക്സ്റ്റേണൽ ബലം പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം, പുറത്തുനിന്നുള്ള ഒരാളായിരിക്കണം ആ ബലം പ്രയോഗിക്കേണ്ടത്. ആ പുറത്തുനിന്നുള്ള ആൾ ബലം പ്രയോഗിക്കാനുള്ള എളുപ്പവഴി പുറത്തുള്ള ആളിൽ നമ്മളൊരു ബലം പ്രയോഗിക്കുക. അപ്പൊ ആ പുറത്തുള്ള ആൾ എന്ത് ചെയ്യും, നമ്മളിൽ തിരിച്ച് അതേ ബലം പ്രയോഗിക്കും. ഇതാണ് വാക്കിങ്ങിലൊക്കെ സംഭവിക്കുന്നത്.
പക്ഷെ എം ടി സ്പേസിൽ എന്തില്ല? ദർ ഇസ് നോ അതർ ഫിസിക്കൽ മെറ്റീരിയൽ ടു എക്സേർട്ട് ആൻ ആക്ഷൻ, സോ ദ ഹോഴ്സ് വിൽ നോട്ട് ഗെറ്റ് എനി റിയാക്ഷൻ ഫോഴ്സ്, സോ ഇറ്റ് വിൽ നോട്ട് മൂവ്. അതാണ് ഹോഴ്സിന് കാർട്ട് വലിക്കാൻ പറ്റാത്തത്. ഒരു കുതിരക്ക് അതിന്റെ വണ്ടി എം ടി സ്പേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുതിര വണ്ടി വലിക്കില്ല. അപ്പൊ നമ്മൾ സ്പേസിൽ പോവാണ്, അവിടെ ഗ്രാവിറ്റി ഇല്ല, അപ്പൊ ഒരു കുതിരയും വണ്ടിനെ അവിടെ കൊണ്ടുപോയിട്ട് അത് അവിടെ നിൽക്കും. ഇനി ആ കുതിരക്ക് വണ്ടി വലിക്കണം എന്ന് തോന്നിയാൽ ഒരു നിലക്കും നടക്കില്ല. നമ്മൾ ആരെങ്കിലും തള്ളി കൊടുത്താൽ അതുകൊണ്ട് അങ്ങനെ പോകുന്നല്ലാതെ കുതിരക്ക് വലിക്കാൻ കഴിയില്ല. കുതിരക്ക് നല്ല ആർക്കും വലിക്കാൻ കഴിയും. കാരണം എന്താണ്? വലിക്കണമെങ്കിൽ ഈ ഹോഴ്സ് കാർട്ട് സിസ്റ്റത്തിന്റെ പുറത്ത് നിന്നൊരു ഫോഴ്സ് അതിന്മേൽ വരണം. അങ്ങനെ പുറത്ത് നിന്ന് ഫോഴ്സ് കൊടുക്കുന്നത് പുറത്ത് ഇതല്ലാത്ത ഒരാളവിടെ വേണം. അങ്ങനെ ഒരാളവിടെ ഇല്ല. ആളുണ്ടെങ്കിൽ അയാളിൽ ഒരു ഫോഴ്സ് ആദ്യം കൊടുക്കുക, അപ്പൊ അയാൾ റിയാക്ഷൻ ആയിട്ട് ഒരു ഫോഴ്സ് തിരിച്ചു തരും. ആ ഫോഴ്സിന്റെ ഫലമായിട്ട് വസ്തുക്കൾ മൂവ് ചെയ്തോളും. പക്ഷെ അവിടെ അങ്ങനെ എം ടി സ്പേസിൽ ഒരു എക്സ്ട്രാ ബോഡി ഇല്ല. അതുകൊണ്ട് there is no force cannot apply action, so it will not get any reaction. ഓക്കെ, പ്രധാനപ്പെട്ട മെക്കാനിക്സിൽ എന്നല്ല എൻറ്റയർ ഫിസിക്സിൽ ഇന്ന് വരെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നിങ്ങളിപ്പോൾ ഒരു ടൈപ്പ് മൊമെന്റേ പഠിച്ചിട്ടുള്ളൂ, ദാറ്റ് ഈസ് ദി ലീനിയർ മൊമെന്റം എന്ന് പറയും. ഈ മൊമെന്റത്തെ സാധാരണ മോഷനിൽ നിന്നുണ്ടാകുന്ന മൊമെന്റം ലീനിയർ മൊമെന്റം, റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്നതിന് നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയും. അത് ഇനി പഠിക്കും നിങ്ങൾ പിന്നീട് അടുത്ത ചാപ്റ്ററിലൊക്കെ ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ടൈപ്പ് മൊമെന്റേ പഠിച്ചിട്ടുള്ളൂ, ലീനിയർ മൊമെന്റം, അല്ലെങ്കിൽ ഇപ്പോൾ മൊമെന്റം എന്നതിനെ പറയാം. അപ്പൊ ആ മൊമെന്റത്തിന്റെ കൺസർവേഷൻ നിയമം, സംരക്ഷണ നിയമം, നിങ്ങൾ ഊർജ്ജ സംരക്ഷണ നിയമം പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇതിനെ ആക്ക സംരക്ഷണ നിയമം എന്നാണ് മലയാളത്തിൽ പറയുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ ആക്കം, ആക്ക സംരക്ഷണ നിയമം. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് നമുക്ക് സെക്കൻഡ് ലോ ഉപയോഗിച്ച് പ്രൂഫ് ഒക്കെ പറയാം. ബട്ട് ഇറ്റ് ഈസ് ബിയോണ്ട് the proof of second law. Second law ഉപയോഗിച്ച് നമുക്ക് പ്രൂഫ് പറയാം എന്നുള്ളതെങ്കിലും the law of conservation of momentum is treated as a fundamental law of nature. നിങ്ങൾ മനസ്സിലാക്കണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ അത് പ്രൂവ് ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങളൊന്നും ബാധകമാകാത്ത ഫിസിക്സിന്റെ ചില ഡൊമൈൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന, ഇലക്ട്രോൺസിനെ പ്രോട്ടോൺസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആസ് സച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. ഈ സെക്കൻഡ് ലോ അതിന്റെ എഫക്റ്റുകൾ ഉണ്ട്, അത് അതുപോലെ അപ്ലിക്കബിൾ അല്ല. പക്ഷെ അവിടെയും എന്ത് വാലിഡ് ആണ്? ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈസ് വാലിഡ്. ഇതുവരെ ഇതിനൊരു വയലേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? അത് പറയുന്ന ഇതാണ്: ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആകാം അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ആകാം. അപ്പൊ അതിനൊരു സിസ്റ്റം എന്നാണ് പറയുക. ഒന്നിലധികം വസ്തുക്കളുള്ള സംവിധാനത്തെ ഒരു സിസ്റ്റം എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ സൗരയൂഥം, നമുക്ക് അതിനൊരു സിസ്റ്റം എന്ന് വിളിക്കാം. അതിന്റെ പുറത്തുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് സൂര്യനും അതിന്റെ ഗ്രഹങ്ങളും അടങ്ങിയ ആ ഒരു കളക്ഷനെ നമുക്കൊരു സിസ്റ്റം ആയിട്ട് വിളിക്കാം. അതിൽ സണ്ണും അതിന്റെ 9 ഗ്രഹങ്ങളുമാണുള്ളത്. 9 പാർട്ടിക്കിൾസ് ആയിട്ട് സങ്കല്പിക്കാം, 10 പാർട്ടിക്കിൾസ്. അപ്പൊ ദാറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അതിൽ എർത്തിനെ മാത്രം നമ്മൾ ഒരു പാർട്ടിക്കിൾ ആയിട്ട് പഠിക്കുമ്പോൾ ദാറ്റ് ഇസ് എ സിംഗിൾ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ അതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വേറെ എവിടെയും ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗൺ ബുള്ളറ്റ് സിസ്റ്റം അസ്യൂം ചെയ്യാം. ഒരു ഗൺ ഉണ്ട്, അതിൽ ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഗണ്ണും ബുള്ളറ്റും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നേരത്തെ അത് ബുള്ളറ്റ് ഗണ്ണിന്റെ ഉള്ളിലായിരുന്നു, അപ്പൊ ആ സിസ്റ്റം അവിടെ റെസ്റ്റിലായിരുന്നു. ഫയർ ചെയ്ത് കഴിയുമ്പോൾ ബുള്ളറ്റ് എന്ത് ചെയ്യും? മോഷനിലായി. ബട്ട് ദ സിസ്റ്റം കണ്ടെയ്ൻസ് 2 ബോഡീസ്, വൺ ഈസ് ദി ബുള്ളറ്റ് ആൻഡ് അതർ വൺ ഈസ് ദി ഗൺ. ഇങ്ങനെ നമുക്ക് ഒന്നിലധികം വസ്തുക്കൾ ഉള്ളതിന് ഒരു സിസ്റ്റം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ പുറത്തു നിന്നൊരു ഫോഴ്സ്. സോളാർ സിസ്റ്റത്തിനെ പരിഗണിക്കുമ്പോൾ സണ്ണും 9 ഗ്രഹങ്ങളും അല്ലാത്ത മറ്റെവിടെന്നെങ്കിലും വരുന്ന ഒരു ഫോഴ്സ്, അതാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാത്രത്തിൽ എടുത്ത വാട്ടർ, ആ വാട്ടർ മോളിക്യൂൾസ്, കോടിക്കണക്കിന് മോളിക്യൂൾസ് അതിന്റെ ഉള്ളിലുണ്ട്. അതിനോട് സിസ്റ്റമായിട്ട് എക്സേർട്ട് ചെയ്യാം, സങ്കല്പിക്കാം. അപ്പൊ അവിടെ സിസ്റ്റത്തിൽ ഉള്ള പാർട്ടിക്കിൾസ് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ആണ്. അപ്പൊ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് പരസ്പരമുള്ള ഫോഴ്സ് അല്ല, പുറത്തു നിന്ന് ആരെങ്കിലും ആ വാട്ടർ മോളിക്യൂൾസിൽ ഒരു പ്രഷർ കൊടുക്കുകയോ ഫോഴ്സ് കൊടുക്കുകയോ ചെയ്താൽ ദാറ്റ് ഈസ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ മനസ്സിലാക്കണം, ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് സീറോ, ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ആരും പുറത്തുനിന്ന് ആരും ബലം പ്രയോഗിക്കുന്നില്ല എങ്കിൽ
ആ സിസ്റ്റത്തിന്റെ മൊത്തം മൊമെന്റം, ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മൊമെന്റം അല്ല, ആ സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെ മൊമെന്റങ്ങളും കൂടി എടുത്ത് മൊമെന്റാസും വെക്ടർ സം ചെയ്താൽ കിട്ടുന്ന ആ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിന്റെയും ഗണ്ണിന്റെയും കേസ് കൺസിഡർ ചെയ്താൽ തുടക്കത്തിൽ ബുള്ളറ്റ് ഗണ്ണിന്റെ ഉള്ളിലാണ്, ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലാണ്. അപ്പൊ അതിന്റെ മൊമെന്റം എത്രയാണ്? ബുള്ളറ്റിന്റെ മൊമെന്റം 0 ആണ്, ഗണ്ണിന്റെ മൊമെന്റവും 0 ആണ്. ആണല്ലോ, കാരണം രണ്ടാളും റെസ്റ്റിലിരിക്കുകയാണ്. ഇനി നമ്മൾ അതിനെ ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. കാഞ്ചി വലിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോഴ്സ് കൊടുക്കുന്നതല്ല. ആ ഫോഴ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ആ ഫയർ ചെയ്ത് കഴിഞ്ഞ ഇൻസ്റ്റന്റിൽ ആ ബുള്ളറ്റ് എന്ത് ചെയ്യുന്നു? ഗണ്ണിൽ നിന്നും പുറത്തേക്ക് വളരെ വലിയ വേഗതയിൽ തെറിച്ചു പോകുന്നു. ശരിയാണ്. അപ്പൊ അവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അതിലില്ല. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഗണ്ണിൽ ആക്ട് ചെയ്യുന്ന മറ്റു ഫോഴ്സുകളൊക്കെ ഫോർഗെറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അതിലില്ല. ഈ ഗണ്ണ് എടുത്തിട്ട് നമ്മൾ സ്പേസ് കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്താലും ഈ ബുള്ളറ്റ് മൂവ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല ഇതിന്റെ കാര്യം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല. ഈ ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ വേറെ ഫോഴ്സ് ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കുക. നമ്മൾ ട്രിഗർ ചെയ്താൽ തന്നെ ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് വളരെ വലിയ വേഗതയിൽ മുന്നോട്ട് പോകും. അപ്പൊ മുന്നോട്ട് പോകുന്നതിന് തൊട്ട് മുന്നത്തെ ഇൻസ്റ്റന്റിൽ ആ സിസ്റ്റം എന്ന് പറയുന്നതാണ് ബുള്ളറ്റ് പ്ലസ് ഗണ്ണാണ് അവരുടെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം ആയിരുന്നു. അപ്പൊ ബുള്ളറ്റിന്റെ മൊമെന്റം 0 ആണ്, ഗണ്ണിന്റെ മൊമെന്റം 0 ആണ്. അതുകൊണ്ട് തന്നെ ആ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റവും ഇനീഷ്യലി ജസ്റ്റ് ബിഫോർ ഫയറിംഗ് ഇറ്റ് ഈസ് 0. ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ പുറത്തു നിന്ന് ഫോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല. ഗണ്ണാണ് ബുള്ളറ്റിനെ ഫോഴ്സ് കൊടുത്തിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പൊ ബുള്ളറ്റ് അങ്ങനെ പുറത്തേക്ക് പോയി. അങ്ങനെ ജസ്റ്റ് ആഫ്റ്റർ ദി ഫയറിംഗ് കഴിഞ്ഞ ഉടനെ നോക്കൂ, ബുള്ളറ്റിന്റെ മൊമെന്റം 0 ആണോ? അല്ല, ബുള്ളറ്റിന്റെ മൊമെന്റം 0 അല്ല. പക്ഷേ ന്യൂട്ടന്റെ മീൻസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് ദി ഗൺ മൊമെന്റം ഓഫ് ദി ഗൺ ഷുഡ് ബി 0. അപ്പോഴാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ശരിയാവുകയുള്ളൂ. തുടക്കത്തിൽ ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം ടോട്ടൽ മൊമെന്റം 0 ആണെങ്കിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ മൊമെന്റം 0 ആകണം. അപ്പൊ ബുള്ളറ്റിന്റെ മൊമെന്റം 0 അല്ല നമുക്കറിയാം. ബുള്ളറ്റ് ഒരു ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുള്ളറ്റിന്റെ മൊമെന്റം 0 അല്ലാതെ ഒരു വേഗതയിൽ മുന്നോട്ട് കുതിക്കുന്നു. അപ്പോൾ ഗണ്ണിന്റെ മൊമെന്റവും കൂടി കൂട്ടിയാൽ ടോട്ടൽ മൊമെന്റം 0 ആകണം. അപ്പൊ എന്ത് ചെയ്യണം? ഗണ്ണ് ഈ ബുള്ളറ്റിന് എത്രയാണോ മൊമെന്റം ഉള്ളത് അതേ മൊമെന്റത്തോടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ അതേ വെലോസിറ്റിയിലല്ല, അതേ മൊമെന്റത്തോടെ എതിർ ദിശയിൽ മൂവ് ചെയ്യും. അപ്പൊ ഗണ്ണിനും ബുള്ളറ്റിനും തുല്യ മൊമെന്റ് ആയിരിക്കും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് അഗെയിൻ ദി മൊമെന്റം ഓഫ് ദി ഗൺ പ്ലസ് ദി മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് ബിക്കം 0. രണ്ട് മൊമെന്റവും ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് പരീക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു ഗണ്ണ് ലോഡ് ചെയ്തൊരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് പിന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. ബുള്ളറ്റിന്റെ അത്ര വേഗത ഉണ്ടാവില്ല, പക്ഷെ മൊമെന്റ് രണ്ടും സെയിം ആയിരിക്കും. ഗണ്ണിന്റെ മാസ് വളരെ വലുതാണ് ബുള്ളറ്റിനേക്കാൾ. അതുകൊണ്ട് ബുള്ളറ്റിന്റെ ഗണ്ണിന്റെ പിന്നോട്ടുള്ള വേഗത കുറച്ച് വേഗത ഉണ്ടാവുള്ളൂ, ചെറിയ വേഗത ഉണ്ടാവുള്ളൂ. അത് നമ്മൾ റീകോയിലിംഗ് എന്നാണ് പറയുക. പക്ഷെ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ദ മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു മാസ് വെലോസിറ്റി ഓഫ് ദി ഗൺ, അതാണല്ലോ ഗണ്ണിന്റെ മൊമെന്റം. ദാറ്റ് വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ടു മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. അത് രണ്ടും തുല്യമായിരിക്കും മാഗ്നിറ്റ്യൂഡിൽ, ഡയറക്ഷൻ ഓപ്പോസിറ്റുമായിരിക്കും. ഇതാണ് ഒരു ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒരു ഗൺ ആൻഡ് ബുള്ളറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 0, ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി മാത്തമാറ്റിക്കലി സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ വേറെ ഒരു എക്സ്പ്ലെയിൻഡ് വേർഷൻ ആണ് an isolated system. In an isolated system, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത സിസ്റ്റത്തെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ദ മൊമെന്റം ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഓഫ് ദി സിസ്റ്റം മേ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കേസിൽ ബുള്ളറ്റിന്റെ മൊമെന്റം 0 ആവണമെന്നില്ല, ഗണ്ണിന്റെ മൊമെന്റം 0 ആവണമെന്നില്ല, അവ മാറും. Individual particles in the momentum can change, but the vector sum of the momentum of the all particles in the system, that is the total momentum of the system, remains constant. ബുള്ളറ്റിന്റെ മൊമെന്റം പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഇത് എഴുതണമെന്നില്ല, ഇത് നിങ്ങൾ നിർബന്ധമായി നോട്ടിലേക്ക് എഴുതണം. ഈ പാരഗ്രാഫ് നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഇനി ഈ പ്രൂഫ് എഴുതണം. ഇത് എഴുതിയിട്ട് ഈ പ്രൂഫ് എഴുതണം. ഫ്രം സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി, മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എഫ് 0 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് പി ഇസ് ഈക്വൽ ടു 0. ഒരു സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സാധനം എന്താണ്, ആ ക്വാണ്ടിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അത് എപ്പോഴും മനസ്സിലാക്കണം. മനസ്സിലായില്ല? ആ ക്വാണ്ടിറ്റി എന്തിനനുസരിച്ചാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന് അനുസരിച്ച് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഡി ബൈ ഡി ടി ആണ് ചെയ്യുന്നത്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് പി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പി ഈസ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് പി കോൺസ്റ്റന്റ് ആണ്. പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് പി മാറൂല. അതാണ് ഈ പറയുന്നത്.
ഡി ബൈ ഡി എക്സ് ഓഫ് പി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അർത്ഥം എക്സ് മാറുന്നതിനനുസരിച്ച് പി മാറൂല. എക്സ് ഈസ് എ പി ഈസ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നമ്മൾ സമയത്തിലാണല്ലോ ചലനം നടക്കുന്നത്. അതുകൊണ്ട് ഡി ബൈ ഡി ടി ഓഫ് പി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദ വെക്ടർ പി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ സെക്കൻഡ് ലോ വളരെ ഈസി ആയിട്ട് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോളോ ചെയ്യും. സോ പി ലോ momentum p of the system, total momentum of the particle or system is a constant. So p is equal to a constant. So ഇതാണ് സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ എഴുതുന്നത്. ഓക്കെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഗൺ ബുള്ളറ്റ് സിസ്റ്റം ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്നതാണ് ഗൺ ബുള്ളറ്റ് സിസ്റ്റം. ആണ് നമ്മൾ പി ബി ആൻഡ് പി ജി ബി ദി മൊമെന്റം ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ റെസ്പെക്റ്റീവ്ലി ആൻഡ് പി ഐ ബി ദി ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിന് മുൻപ് ഗണ്ണിന്റെ ടോട്ടൽ മൊമെന്റം ആണ്, ഗൺ പ്ലസ് ബുള്ളറ്റ് സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ആണ് പി ഐ. പി ബി എന്ന് പറയുന്ന ബുള്ളറ്റിന്റെ മൊമെന്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. പി ജി എന്ന് പറയുന്നത് ഗണ്ണിന്റെ മൊമെന്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫയറിങ്ങിന്റെ മുന്നേ പി ജി 0 ആണ്, ഗണ്ണ് റെസ്റ്റിലാണ്. പി ബി ബുള്ളറ്റ് അതിന്റെ ഉള്ളിൽ ബുള്ളറ്റ് റെസ്റ്റിലാണ്. സോ പി ജി ഈസ് ഈക്വൽ ടു പി ബി ഈക്വൽ ടു 0. ആൻഡ് ദി ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം പി ഐ, ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദി ഗൺ ബുള്ളറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് മൊമെന്റം ഓഫ് ദി ഗൺ ആണ്. എപ്പോഴും അതാണ്. തുടക്കത്തിൽ മൊമെന്റം ഓഫ് ദി ഗണ്ണും 0 ആണ്, മൊമെന്റം ഓഫ് ദി ബുള്ളറ്റും 0 ആണ്. അതുകൊണ്ട് പി ഐ എന്ന് പറയുന്ന ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റവും 0 ആണ്. ക്ലിയർ ആണല്ലോ? ബിഫോർ ഫയറിംഗ് സംഗതികളൊക്കെ ഈസിയാണ്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ്. ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ പുറത്തുനിന്ന് ബലമൊന്നും പ്രയോഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിന്റെ ടോട്ടൽ മൊമെന്റം ഈ പി ഐ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മൊമെന്റം ആഫ്റ്റർ ബുള്ളറ്റ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റം ബിഫോർ ഫയറിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ പി ഐ ഈക്വൽ ടു പി എഫ് ആണ്. പി എഫ് ഇസ് ഈക്വൽ ടു പി ഐ എന്നാണ്. സോ ആഫ്റ്റർ ഫയറിംഗ്, ഈ ഫയർ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? പി എഫ് ഇസ് ഈക്വൽ ടു പി ഐ. നമുക്കറിയാം ഇത് വരുന്നതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു പി ജി പ്ലസ് പി ബി. എപ്പോഴും ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് പി ജി പ്ലസ് പി ബി. അത് 0 ആയിരിക്കണം. ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഇത് 0 എന്ന് കിട്ടിയത്? ഫ്രം ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഫ്രം ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ദ ഫൈനൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു 0. ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പി ജി പ്ലസ് പി ബി, മൊമെന്റം ഓഫ് ദി ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ്. അപ്പൊ അതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? പി ജി പ്ലസ് പി ബി 0 എന്ന് പറയുമ്പോൾ വെക്ടർ പി ജി ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ പി ബി എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ മൊമെന്റം ബുള്ളറ്റിന്റെ മൊമെന്റത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, തുല്യമായിരിക്കും മാഗ്നിറ്റ്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ദിസ് ഈസ് കൺസർവേഷൻ ലോ. സോ മൊമെന്റം ഓഫ് ദി ഗൺ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി ബുള്ളറ്റ്. സോ ദ ഗൺ മൂവ്സ് ബാക്ക്വേർഡ്. ഇതിനെയാണ് റീകോയിലിംഗ് ഓഫ് ദി ഗൺ എന്ന് പറയുന്നത്. ഈ ബുള്ളറ്റിന്റെ സ്പീഡിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്നും ഗണ്ണിന്റെ സ്പീഡിനെ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സ്പീഡിനെ മസിൽ വെലോസിറ്റി എന്നും ഗണ്ണ് പിന്നോട്ട് വരുന്ന സ്പീഡിനെ റീകോയിൽ വെലോസിറ്റി എന്ന് പറയും. റീകോയിൽ വെലോസിറ്റി വളരെ സ്മാൾ ആയിരിക്കും, മസിൽ വെലോസിറ്റി വളരെ ലാർജുമായിരിക്കും. ഇതിനെ റീകോയിലിംഗ്. അപ്പൊ റീകോയിലിംഗ് ഓഫ് ദി ഗൺ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പിന്നെയും കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. നമ്മളൊരു മാമ്പഴം ഞെട്ടറ്റുകൾ, ആ മാമ്പഴം താഴേക്ക് പതിക്കുമ്പോൾ തന്നെ ആ ഞെട്ട്, ആ ഇല അടുക്കുന്ന ബ്രാഞ്ച് സ്ലൈറ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നത് കാണാം. ഇനീഷ്യലി ആ മാമ്പഴത്തിന്റെയും ആ ട്രീ ബ്രാഞ്ചിന്റെയും ടോട്ടൽ മൊമെന്റം 0 ആയിരുന്നു. മാമ്പഴം ഞെട്ടറ്റ് വീഴുക എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, താഴേക്ക് പോകുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ, അപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ മാമ്പഴം താഴേക്ക് തന്നെ പോകുമ്പോൾ മാമ്പഴത്തിനൊരു മൊമെന്റം കിട്ടി. ആ മൊമെന്റം പിന്നെ കിട്ടുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റം ആർക്ക് കിട്ടണം? ആ ട്രീ ബ്രാഞ്ചിന് കിട്ടണം. എന്നാലേ ടോട്ടൽ മൊമെന്റം 0 ആവുള്ളൂ. അപ്പൊ അത് ബ്രാഞ്ച് കുറച്ച് മുകളിലേക്ക് പോകും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ഇവിടെ ഇപ്പൊ നമ്മൾ പി ജി ഇസ് ഈക്വൽ ടു മൈനസ് പി ബി എന്നാണല്ലോ കിട്ടിയത്. ഇനി പി ജിയും പി ബി ഇക്വേഷൻ ആയിട്ട് എഴുതുക. പി ജി എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു വി ജി. എം ജി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ഗണ്ണിന്റെ മാസാണ്. വി ജി എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. പി ബി ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു വി ബി. എം ബി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസാണ്. വി ബി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ വി ജി ആണ് ഇവിടെ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എം ജി വി ജി ഇസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി. ഇക്വേഷനിൽ പി ജിക്ക് എം ജി വി ജി എന്നും പി ബിക്ക് എം ബി വി ബി എന്നും കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് വി ജി കിട്ടും. വി ജി ഇസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി ഡിവൈഡ് ബൈ എം ജി എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. അതുകൊണ്ടാണ് അതിനെ റിക്കോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
So our mg, mb, vb, vg are the masses and velocities of the bullet and gun respectively. Okay. ഇത് ഗൺ ബുള്ളറ്റ് സിസ്റ്റം ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, എക്സ്പ്ലെയിൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണ സഹിതം കൺസർവേഷൻ ഓഫ് മൊമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സ്റ്റേറ്റ് ചെയ്യണം, എന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് ഈ ഗൺ ബുള്ളറ്റ് സിസ്റ്റം എടുക്കണം, എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും 0 ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണ് ബാക്കോട്ട് റീകോയിൽ ചെയ്യുമെന്ന് പറയണം. ആ റീകോയിൽ വെലോസിറ്റി ഇത്ര ആയിരിക്കുമെന്ന് കണ്ടെത്തുക വേണം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഗണ്ണിന്റെ റീകോയിലിങ്ങിന്റെ പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. റീകോയിൽ വെലോസിറ്റി കാണാൻ, ഗണ്ണിന്റെ വെലോസിറ്റി കാണാനൊക്കെ ചോദിക്കാറ്. So this is an example, good example for understanding the law of conservation of momentum. ഫയറിംഗ് ചെയ്യുന്നതിന്റെ മുൻപുള്ള മൊമെന്റവും ഫയർ ചെയ്ത് കഴിയുമ്പോഴുള്ള മൊമെന്റവും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അതെല്ലാത്തിലും ഒരുപോലെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ബുള്ളറ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ബുള്ളറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് കൊണ്ട് കർവ് ചെയ്ത് പരാബോളിക് പാത്തിൽ സഞ്ചരിച്ച് ഭൂമിയിൽ പോയി ഹിറ്റ് ചെയ്യും. മറ്റു തടസ്സങ്ങളിലൊന്നും അത് കയറിയിട്ടില്ലെങ്കിൽ നേരെ നിലത്ത് താഴെ പോയി പതിക്കും. So this is a proof of third law. തേർഡ് ലോ ഉപയോഗിച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്യുന്നതാണിത്. ഇതും ചോദിക്കാറുണ്ട് ചിലപ്പോൾ. പ്രൂഫ് സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് തേർഡ് ലോ. ഇങ്ങനെ ചോദിക്കാം. ഇതിന്റെ ഒരു പ്രൂഫാണ്. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ആ തേർഡ് ലോ ഉപയോഗിച്ചുള്ള പ്രൂഫ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ കൺസിഡർ ചെയ്യും. എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ, എയും ബിയും തമ്മിലുള്ള കൊളീഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് ദാറ്റ് കൊളീഷൻ ഹാപ്പൻസ് ഇൻ വെരി സ്മോൾ ടൈം. ഒരു വളരെ ചെറിയ സമയം ഡെൽറ്റ ടി ആണ് സാധാരണ രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്യുമ്പോൾ കൊളീഷനിൽ ഇരിക്കുന്നത് കുറഞ്ഞ സമയത്തേക്കാണ്. കൂട്ടിയിടിച്ചിട്ട് അവ അകന്ന് മാറി അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മൾ കാണാറുണ്ട് രണ്ട് ബോൾസ് കൂട്ടിയിടിച്ചാൽ. അപ്പോൾ ദ കൊളീഷൻ ഒക്കേഴ്സ് ഓൺലി ഫോർ എ സ്മോൾ ടൈം ഡെൽറ്റ ടി. ആ സമയത്ത് എ എന്ന് പറയുന്ന വസ്തു ബിയിലും ബി എന്ന് പറയുന്ന വസ്തു എയിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെ നമ്മൾ ഇന്ററാക്ഷൻ എന്നാണ് സാധാരണ പറയുക. അപ്പൊ അങ്ങനെ ഒരു കൊളീഷൻ സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു ബോൾ ആയിക്കോട്ടെ, ബോൾ കൊളൈഡ്സ് വിത്ത് ബി എന്ന് പറയുന്ന അനദർ ബോൾ. സോ ദേ കം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഹിറ്റ്സ്. എങ്ങനെയാലും ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്ത ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോ ആ ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവ തമ്മിൽ പരസ്പരം ഫോഴ്സുകൾ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ തേർഡ് ലോ ദീസ് ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പൊ എ ഈ കൊളൈഡ് ചെയ്യുന്ന ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഈ സമയത്തിനുള്ളിൽ എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ബി തിരിച്ച് എയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് നമുക്കറിയാം. സോ ബൈ തേർഡ് ലോ ദീസ് ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇനി പി ആൻഡ് പി ബി ദി മൊമെന്റ ബിഫോർ കൊളീഷൻ. ഈ വസ്തുക്കളുടെ എയുടെയും ബിയുടെയും മൊമെന്റമാണ് കൊളീഷൻ നടക്കുന്നതിന് മുൻപുള്ള മൊമെന്റമാണ് പി ആൻഡ് പി ബി. നമ്മൾ ഈ വസ്തുക്കളെ രണ്ടാളെയും പരിഗണിക്കുമ്പോൾ എയുടെയും ബിയുടെയും മൊമെന്റയാണ് പി ആൻഡ് പി ബി. കൊളീഷൻ നടന്നതിന് ശേഷം അവ വേറെ ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും, രണ്ടും ഇടിച്ചിട്ട് തെറിച്ചു പോകും. ആ കൊളീഷന്റെ ശേഷം ആ രണ്ട് വസ്തുക്കളുടെ മൊമെന്റ നമ്മൾ പി എ ഡാഷ് ആൻഡ് പി ബി ഡാഷ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇതിൽ അറിയുന്നത് ഒന്ന് എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. വെക്ടർ എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ. അത് എവിടുന്ന് വന്നാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ. നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ സെന്റൻസ് ആണ്. അതായത് ബൈ തേർഡ് ലോ ദീസ് ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. കൊളീഷന്റെ സമയത്ത് എ ബിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ബി എയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റുമാണ് എന്ന തേർഡ് ലോയിൽ നിന്ന് നമ്മൾ എഴുതിയതാണ് എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എ.
ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻടു ദി ടൈം ഫോർ വിച്ച് ഇറ്റ് ആക്ട്സ് ഗിവ്സ് ദി ഇമ്പൾസ്. അതാണ് ഇവിടെ എഴുതിയത്. ആൻഡ് വി നോ ദാറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് രണ്ടും തൊട്ട് മുൻപ് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് തന്നെ തൊട്ട് മുൻപ് പഠിച്ചതാണ്. ഇതിന് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. ഈ രണ്ടുമാണ് ഇനി നമ്മൾ ഈ പ്രൂഫിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കൂ, എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി. എഫ് എ ബി ഈസ് ദി ഫോഴ്സ് ഓൺ എ ബൈ ബി. ബി എന്ന് പറയുന്ന ബോൾ എ എന്ന് പറയുന്ന വസ്തുവിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആണ് എഫ് എ ബി. ഇൻറ്റു ഡെൽറ്റ ടി ആ ടൈം ഓഫ് കൊളീഷൻ വിൽ ഗിവ് യു ദി ഇമ്പൾസ്. അത് ഇമ്പൾസ് ആണല്ലോ. ഇമ്പൾസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഇമ്പൾസ് ആണ്. ഇത് ഇമ്പൾസ് ആണ്. ആൻഡ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. സോ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം. ദാറ്റ് ഈസ് പി എ ഡാഷ് മൈനസ് പി എ. എ എന്ന് പറയുന്ന വസ്തു കൊളീഷന്റെ ശേഷമുള്ള മൊമെന്റം മൈനസ് കൊളീഷന്റെ മുൻപുള്ള മൊമെന്റം ആണല്ലോ ചേഞ്ച് ഇൻ മൊമെന്റം. സോ ദിസ് എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി വിൽ ബി വേർ എഫ് എ ബി ഇസ് ദി ഫോഴ്സ് ഓൺ എ ബൈ ബി into delta t will be the impulse, which is equal to change in momentum for particle A. So that is pa dash minus pb, pa. Similarly, if ba, force on b by a into delta t will be pb dash minus pb. അതിന്റെ change in momentum. ഇത് രണ്ടും ഈ ഇക്വേഷൻ രണ്ടും കൂടി ചേർത്താണിത്. ഈ ഇതിൽ LHS ൽ വരുന്നത് ഇമ്പൾസ് ആണ് by this definition, and on the RHS there is change in momentum by using impulse momentum principle. രണ്ടും ക്ലബ് ചെയ്യും. ഇനി നമുക്ക് നേരത്തെ ഉണ്ട് എഫ് ബി എ എന്ന് പറയുന്നതിനെ മൈനസ് എഫ് എ ബി എന്ന് കൊടുക്കാം. എഫ് എ ബി എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ബി എ ആണല്ലോ. അപ്പൊ എഫ് ബി എ എന്നതിനെ മൈനസ് എഫ് എ ബി എന്ന് കൊടുക്കാം ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ ഇതിൽ അപ്ലൈ ചെയ്താൽ എഫ് ബി എക്ക് പകരം മൈനസ് എഫ് എ ബി എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് മൈനസ് എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി ബി ഡാഷ് മൈനസ് പി ബി. ഒന്നുമില്ല, ഇക്വേഷനിൽ എഫ് ബി എക്ക് പകരം മൈനസ് എഫ് എ ബി എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി നോക്കൂ, രണ്ട് ഇക്വേഷൻ. ഒന്ന് എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി എ ഡാഷ് മൈനസ് പി എ. എഫ് എ ബി മൈനസ് എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പി ബി ഡാഷ് മൈനസ് പി ബി. ഇത് രണ്ടും അങ്ങോട്ട് ആഡ് ചെയ്താൽ LHS രണ്ടും ആഡ് ചെയ്താൽ ഇവിടെ ഉള്ളതിന്റെ മൈനസ് അല്ലേ ഇവിടെ ഉള്ളത്. രണ്ടും ഈ എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടിയുടെ മൈനസ് സൈൻ ഉള്ളതാണല്ലോ. എഫ് എ ബി ഇൻറ്റു ഡെൽറ്റ ടി ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ LHS ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. സോ 0 ഈസ് ഈക്വൽ ടു RHS ഉള്ളത് ആഡ് ചെയ്താലോ പി എ ഡാഷ് മൈനസ് പി എ പ്ലസ് പി ബി ഡാഷ് മൈനസ് പി ബി. പി എ ഡാഷ് മൈനസ് പി എ പ്ലസ് പി ബി ഡാഷ് മൈനസ് പി ബി എന്ന് കിട്ടും. ഇതിനെ ഞാൻ ഇവിടെയുള്ള മൈനസ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇതിന് പി എന്ന് വരും, ഇത് പി ബി എന്ന് വരും. സോ പി എ പ്ലസ് പി ബി ഇസ് ഈക്വൽ ടു പി എ ഡാഷ് മൈനസ് പി ബി ഡാഷ്. ഇനി എന്താണ് ഈ പി എ പ്ലസ് പി ബി എന്ന് പറഞ്ഞാൽ? കൊളീഷൻ നടക്കുന്നതിന് മുൻപ് നമ്മുടെ ടു പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. രണ്ട് പാർട്ടിക്കിൾ അടങ്ങിയ ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ പാർട്ടിക്കിൾസ് വന്ന് ഇടിക്കുന്നു, പിന്നെ വീണ്ടും പോകുന്നു. അപ്പൊ ആ ഇടിക്കുന്നതിന് മുൻപ് ഈ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം ആയിരുന്നു പി എയും പി ബിയും. അപ്പൊ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് എ പ്ലസ് മൊമെന്റം ഓഫ് ബി വെക്ടർ സം എടുക്കണം. അതാണ് ഈ പറയുന്ന പി എ പ്ലസ് പി ബി. സോ വെക്ടർ പി എ പ്ലസ് വെക്ടർ പി ബി ഈസ് ദി ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഓഫ് ടു പാർട്ടിക്കിൾസ് ബിഫോർ കൊളീഷൻ. And PA dash plus PB dash is the total momentum of the system of the particles after the collision. So total momentum before collision is equal to total momentum after collision. That gives the conservation of law of conservation of momentum. Okay, അതാണ് law of conservation of momentum പറയുന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ law of conservation of momentum കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു പ്രൂഫാണ്. മൊമെന്റം കൺസർവ്ഡ്. മൊമെന്റം കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ കൊളീഷന്റെ മുൻപുള്ള മൊമെന്റവും കൊളീഷന്റെ ശേഷമുള്ള മൊമെന്റവും തുല്യമാണ്. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത്രയും മതി. അപ്പൊ തേർഡ് ലോ ഉപയോഗിച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രൂവ് ചെയ്തു. ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്തു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ചെയ്യാൻ അറിയാത്ത ആരും ഉണ്ടാകരുത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 0, ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ കേസ് പറഞ്ഞാലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇഫ് ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് 0, ഇറ്റ്സ് മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അത്രയെങ്കിലും എഴുതാൻ കഴിയണം. അതിന്റെ പ്രൂഫ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. F0 means dp by dt equal to 0, which means p is equal to a constant. അത്രയും എഴുതിയാൽ മതി. 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. മാത്രവുമല്ല, ഫിസിക്സ് പഠിക്കണമെങ്കിൽ എല്ലാ തലത്തിലും അപ്ലൈ ചെയ്യുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി വരുന്ന എല്ലാ കേസുകളിലും അത് ആവശ്യം വരും. എവിടെ ചെന്നാലും ഫിസിക്സ് പഠിക്കുമ്പോൾ അത് ആവശ്യം വരും. സോ ഇറ്റ് ഷുഡ് ബി thoroughly, you should understand it thoroughly.
ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ തേർഡ് ലോ ഉപയോഗിച്ചിട്ട് മൊമെന്റം കൺസർവ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി. ഈ കേസിൽ നേരത്തെ നമ്മൾ ഗൺ ആൻഡ് ബുള്ളറ്റ് സിസ്റ്റത്തിൽ അത് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുള്ളറ്റിൽ ഒരു ഗണ്ണിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൺ അല്പം ബാക്കോട്ട് മൂവ് ചെയ്യണം. അത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ഗണ്ണെടുത്ത് ബുള്ളറ്റ് ഫയർ ചെയ്ത് നോക്കിയാൽ ഗൺ ബാക്കോട്ട് വരുന്നുണ്ടോ, എവരിബഡി നോ ദ റീകോയിലിംഗ് ഓഫ് ഗൺ, അതുള്ളതാണ്. അതിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇവിടെ പ്രാവർത്തികമാകുന്നു. അപ്പൊ ആ ഗൺ റീകോയിലിംഗ് നമുക്ക് അറിയാം. റീകോയിലിംഗ് പരിചയമില്ലാത്ത ആളുകൾ വലിയ ഗണ്ണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ റീകോയിലിങ്ങിനെ കുറിച്ച് ധാരണയില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹിറ്റ് യുവർ ചെസ്റ്റ്. നമ്മളിപ്പോ മുന്നിൽ വെച്ച് ഫയർ ചെയ്താൽ ഗൺ വിൽ ഹിറ്റ് യുവർ ചെസ്റ്റ് വിത്ത് ലാർജ് ഫോഴ്സ് എന്നാണ് പറയുക. അപ്പൊ അതിനെ താങ്ങാനുള്ള ബലം ഉള്ള ആളുകളാണ് അത്രയും വലിയ ഗൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. റിക്കോയിലിംഗ് നമുക്ക് പ്രതീക്ഷിക്കാതെ വരുമ്പോൾ അത് മതി ഒരാളിനെ പുറകോട്ട് തള്ളിയിടാനൊക്കെ. അപ്പൊ ഗണ്ണൊക്കെ അത്തരം മിലിറ്ററിയിലൊക്കെ അത്തരം ട്രെയിനിങ് ഒക്കെ കിട്ടുന്ന ആളുകളാണ്. ചെറിയ ഗണ്ണുകളിലൊന്നും ഇത് അത്ര തന്നെ പ്രയാസം ഉണ്ടാക്കൂല. നല്ല മസിൽ സ്പീഡ് വളരെ ലാർജ് ആയിട്ട് കൊടുക്കേണ്ട ഹൈടെക് ഗണ്ണുകളിലൊക്കെ നല്ല റീകോയിലിംഗ് സംഭവിക്കും. ചിലപ്പോൾ ചില ഗണ്ണിൽ റീകോയിലിംഗിന്റെ വെലോസിറ്റി ഒക്കെ സ്പീഡ് മോഷനൊക്കെ ഷോക്ക് അബ്സോർബേഴ്സ് ഉപയോഗിച്ചൊക്കെ ഡാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. എന്തായാലും ദർ വിൽ ബി എ റീകോയിൽ. അപ്പൊ അത്രയും മതി. ഇക്വിലിബ്രിയം അത് തുടർന്നുള്ള കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങളുടെ 4th ചാപ്റ്ററിന്റെ എക്സാം നടത്തേണ്ടതുണ്ട്. ഞാൻ ഇന്ന് രാത്രി അത് പറയാന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും ഇന്നലെ ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി അത് നാളെ സാറ്റർഡേയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നാളെ രാത്രി, സാറ്റർഡേ രാത്രി നൈറ്റിൽ 8 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 8 മണി മുതൽ 9 മണി വരെ എക്സാം നടത്തും. ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.